ഹായ്, ഐ എം അശ്വതി. ഇപ്പോൾ +2 എക്സാംസിൻ്റെ തിരക്കാണ് എല്ലാവർക്കും. പിന്നെ എന്തെടുക്കണം എന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമാണ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു ഗൈസ് ബിക്കോസ് ഐ ഹാവ് വെൻറ്റ് ത്രൂ ദാറ്റ്. ഭയങ്കര ടെൻഷനാവും, എന്തെടുക്കണം എന്ന് അറിയണ്ടാവില്ല. വീട്ടുകാരുടെ പ്രഷർ, ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കോൾസ്, പിന്നെ യൂട്യൂബ് വീഡിയോസിൽ എന്നെപ്പോലുള്ള ആൾക്കാർ, ഫുൾ കൺഫ്യൂഷൻ അടിച്ചിട്ട് ഇരിക്കുന്ന സമയമാവും. എനിവേ, ദിസ് ഷാൽ 2 parts. ഓക്കെ, അപ്പോൾ these videos are not to worry you. This is just to think differently in different perspectives and to make a better decision in your career. ACCയിൽ ജോയിൻ ചെയ്യുന്ന മുന്നേ എന്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നതിനെ പറ്റിയിട്ട് 2 വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 3 ആണ് കേട്ടോ. സോ ഇഫ് യു ഹാവൻറ്റ് വാച്ച്ഡ് ദാറ്റ്, പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദാറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അബൌട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ആൻഡ് ലെറ്റ് സ്റ്റാർട്ട്, നോ മോർ എക്സ്പ്ലെയിനിങ്. ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്ന അടുത്തൊരു സംഭവമാണ് പാസിംഗ് റേറ്റ്സ്. നമ്മൾ കാണുന്നത് എന്താണ്? ടോപ്പ് സ്കോറേഴ്സ്, റാങ്ക് ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ പാസ്സായ ഇത്ര പേരുണ്ട്, അത് മാത്രമാണ് നമ്മൾ കാണുന്നുള്ളൂ. ബട്ട് ഫെയിലായ ഒരുപാട് പേരുണ്ട്. 49 ഫെയിലായ കുട്ടികളുണ്ട്. പിന്നെ CAയിലും അങ്ങനെ തന്നെ, CMAയിലും അങ്ങനെ തന്നെ, അങ്ങനെ എല്ലാ കോഴ്സസിലും അങ്ങനെ തന്നെ ഫെയിലായ കുട്ടികളും ഉണ്ട്, പാസ്സായ കുട്ടികളും ഉണ്ട്. ബട്ട് വി ഓൺലി സീ ദോസ് ഹു ഹാവ് പാസ്ഡ്, അല്ലേ? അപ്പോൾ അത് മാത്രം നോക്കിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരരുത്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യണതിന് മുന്നേ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്, അതിനൊക്കെ പറ്റിയിട്ടൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഇൻ CA കോഴ്സസ്, CA എടുക്കാൻ താല്പര്യമുണ്ട്, ഞാൻ ACC ഓർ CA അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഐ വിൽ ഷെയർ an account of my friend. You can ask him. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ആസ്ക് ദ ഡീറ്റെയിൽസ് അബൌട്ട് ഹൗ ദ CA കോഴ്സസ് ആൻഡ് ദ ടഫ്നെസ്, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതൊക്കെ അവനോട് ചോദിക്കാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ പാസിംഗ് റേറ്റ് വെച്ചിട്ട് നിങ്ങൾ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫോൾ ഫോർ ദാറ്റ്. നമ്മളിപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഫീസിൻ്റെ കാര്യം പറയുമ്പോൾ, ഫീസ് പേ ചെയ്യുമ്പോൾ അപ്പോഴൊക്കെ അതിൻ്റെ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ബിൽസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ആദ്യം അവർ ചേരുമ്പോൾ പറയാണ് നിങ്ങൾ 1 ലക്ഷമാണ് അടയ്ക്കേണ്ടത് പറയാണ്. പിന്നെ നമ്മളത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കാമെന്ന് വിചാരിച്ചു വെക്കി. പിന്നെ അത് അടച്ചടച്ച് വരുമ്പോൾ എന്തൊക്കെയോ പന്തികേട്, അത് 1.25 ആവുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കുകയാണ്, ഇതെന്താ 1.25 ആണല്ലോ ഫീസ് പറയണത്, എന്താ സംഭവം എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ ആദ്യം 1.25 തന്നെയാണല്ലോ പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ അവിടെ എന്താണ്, നിങ്ങളുടെ കയ്യിൽ അതിനുള്ള തെളിവുമില്ല, പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവാണ്. സോ അവർ ഫീസ് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പം തന്നെ ആ ഫീസിൻ്റെ സ്ലിപ്പ്, ഇൻസ്റ്റാൾമെൻ്റ് ആണ് അടയ്ക്കേണ്ടത് വെച്ചാൽ എങ്ങനെയൊക്കെ അടയ്ക്കേണ്ടത്, അതിൻ്റെയൊക്കെ ഫുൾ സ്ലിപ്പ് നമ്മൾ ഡിജിറ്റലായിട്ട് തന്നെ വാങ്ങി വെക്കുക. അത് നേരം പോലെ സൂക്ഷിക്കാം. എഡ്യൂക്കേഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയുടെ ഒരു ട്രാക്ക് വെക്കുന്നത് നല്ലതാണ് ഫോർ അവർ ഫ്യൂച്ചർ. ഐ തിങ്ക് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. അപ്പോൾ അതൊക്കെ കറക്റ്റ് കീപ്പ് ചെയ്യുക, എത്ര ചിലവായി എന്നൊക്കെ നമുക്ക് അറിഞ്ഞാൽ കുറച്ച് നല്ലതല്ലേ. പിന്നെ എന്തെങ്കിലും നിങ്ങളെ നിർബന്ധിപ്പിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് നിർബന്ധിച്ചിട്ട് അവിടെ ചേരണം, അങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ അത് അങ്ങനെയൊന്നും ചേരാൻ നിൽക്കരുത്. ഇനി അങ്ങനെ ചെയ്തു വിചാരിച്ചാൽ, ഇഫ് യു ഹാവ് എനി ലോസസ് ഇൻ ദാറ്റ്, ഇഫ് യു മെയ്ഡ് എനി ലോസസ് ഇൻ ദാറ്റ്, അത് തിരിച്ചു ചോദിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട്. ബിക്കോസ് നിങ്ങൾ കോവേർഷനിലൂടെയാണ് ആ ഒരു അഗ്രിമെൻറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊരു വാലിഡ് അഗ്രിമെൻ്റ് അല്ല. ഇഫ് യു മെയ്ഡ് എനി ലോസസ്, നിങ്ങൾക്ക് ലോസസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ യു ഹാവ് ദ റൈറ്റ് ടു ക്ലെയിം ഫോർ ഡാമേജസ്. പിന്നെ അബൌട്ട് എക്സംഷൻസ്, ആസ് ആൻ എക്സംഷൻ സ്റ്റുഡൻറ്റ് ഐ നോ വാട്ട് ഈസ് റിയലി ഹാപ്പനിങ് ദർ. അതൊന്ന് ജസ്റ്റ് പറയാം. ഒരുപാട് പേര്, അതായത് ഇപ്പോൾ റീസെൻ്റ്ലി എക്സംഷൻ എടുത്തിട്ട് റെഗുലറിലേക്ക് വന്ന കുട്ടികളുണ്ട്. ബിക്കോസ് എക്സംഷൻ ആകുമ്പോൾ ഭയങ്കര മിസ്യൂസ് ചെയ്യണം ആ ഫ്ലെക്സിബിലിറ്റി. നമുക്ക് ഫീസ് അടച്ചിട്ട് എക്സാം എഴുതണ്ടല്ലോ, ജസ്റ്റ് നമ്മൾ എക്സാം എഴുതണമെന്നേ ഉള്ളൂ. ബട്ട് വി ഡോണ്ട് ഹാവ് ടു പേ ദ ഫീസസ്. അപ്പോൾ ഭയങ്കര ഉഴപ്പിയിട്ട് കുട്ടികൾ നടക്കുന്നുണ്ട്. ആൻഡ് ദേ റിയലൈസ്ഡ് ദാറ്റ് ഇങ്ങനെ നടന്നാൽ P ലെവൽ പാസ്സാവില്ല എന്ന് അവർക്കങ്ങനെ റിയലൈസേഷൻ വന്നിട്ട് റെഗുലറിലേക്ക് പോയ കുട്ടികളുണ്ട്. അപ്പോൾ എക്സംഷൻ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഇറ്റ് ഹാസ് ഡിസഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ അഡ്വാൻറ്റേജസും ഉണ്ട്. ആ അഡ്വാൻറ്റേജസ് നേരം പോലെ യൂസ് ചെയ്യുക, ഡോണ്ട് മിസ്യൂസ് ഇറ്റ്. അവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഫാക്കൽറ്റീസ് അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയും. അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്ത് പോയാൽ ഇറ്റ്സ് ഗുഡ്. ബട്ട് അങ്ങനെ ഉഴപ്പുന്നവരുണ്ട്. ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ ചെയ്യണതല്ലേ, ഡോണ്ട് ഡു ദാറ്റ് ഗൈസ്. പിന്നെ ഡിസ്ട്രാക്ഷൻസ് ഇൻ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. ഓഫ്ലൈനിലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഓൺലൈനിലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ഓഫ്ലൈനിലെ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സോഷ്യൽ ലൈഫിലാണ്. നമ്മുടെ 4 പുറം ഉള്ള ആൾക്കാരുടെ എനർജി നമ്മൾ കൺസ്യൂം ചെയ്യും. നമ്മുടെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന കുട്ടി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മളും ആവുള്ളൂ.
മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ മീ, എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിയുടെ എനർജി എനിക്ക് കിട്ടില്ല. ഞാൻ എപ്പോഴും നാല് പുറമുള്ള ആൾക്കാരുടെ എനർജി എടുക്കാനേ ശ്രമിക്കില്ല. ബട്ട് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അങ്ങനെയാണ്. അപ്പുറത്തെ കുട്ടിയെ പഠിക്കണമെങ്കിൽ ഞാനും പഠിക്കില്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ്, അങ്ങനെ ഒരു എൻവയോൺമെൻറ്റിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരോടും കൂടി അത് ഓപ്പണായിട്ട് പറഞ്ഞിട്ട്, എന്താ വെച്ചാൽ രണ്ടുപേരും ഒരേ കോഴ്സസ് ആണല്ലോ ചെയ്യണത്. രണ്ടുപേരും ഭാവിയിൽ പ്രൊഫഷണൽ ആവേണ്ട ഒരാൾക്കാരാണ്. സോ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ രണ്ടുപേരും മുന്നോട്ട് വരിക. അല്ലെങ്കിൽ ഇപ്പോൾ 4 പേരാണ്, ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഗ്രൂപ്പായിട്ട് പഠിക്കുമ്പോഴാണ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ഉണ്ടാവുക എന്ന് കേട്ടിട്ടുണ്ട്. ബട്ട് ഗ്രൂപ്പായിട്ട് പഠിക്കുമ്പോൾ അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, ഭയങ്കര കളി കൂടും. സോ എല്ലാവർക്കും ഒരേ മൈൻഡ് സെറ്റോടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഗുഡ് ഗൈസ്. 4 പേര് ഒപ്പം ഇരുന്ന് പഠിച്ചാലൊക്കെ ഭയങ്കര ഇതാണ്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ 4 പേരും എന്താണ്, സെയിം മൈൻഡ് സെറ്റോടെ ആയിരിക്കണം. ഓൺലൈൻ്റെ ഡിസ്ട്രാക്ഷൻസ് പിന്നെ പറയേണ്ടതില്ലല്ലോ. നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ആൻഡ് പിന്നെ എൻ്റെ ഓൺലൈൻ എക്സ്പീരിയൻസസ് ഞാൻ പറയാം. എൻ്റെ ഓൺലൈൻ എന്ന് പറയുന്നത് നമ്മളവിടെ ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ടല്ലോ, അതിൻ്റെ ലൈവാണ് നമുക്ക് കാണാം. അത് ടു ബി ഓണസ്റ്റ് പറ്റ ബോറാണത്, സത്യം പറയാലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഐഡിയൽ ടൈം ഉണ്ട്. അതായത് 9:30 മുതൽ 5:30 വരെയാണ്. 5 മണി 5:30 വരെ ക്ലാസ്സസ്സാണ്. അതിൽ 5 മണിക്കൂറൊക്കെ എടുത്തു, അത്ര തന്നെ ഉള്ളൂ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സസിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ്, അവർ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ ഒക്കെ വരുമ്പോൾ കുറച്ച് എന്താണ് എൻ്റർടൈൻമെൻറ്റോ അങ്ങനെ എന്തേലും, പിന്നെന്താ പറയുക, അവരവിടെ ഡിസ്കസ് ചെയ്യുക, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക, അങ്ങനെ എന്തേലൊക്കെ അവർ ഇൻവോൾവ്ഡ് ആയിരിക്കും അവിടെ. ബട്ട് ഇൻ ഓൺലൈൻ നമ്മളിങ്ങനെ ലാപ്ടോപ്പിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ക്യാമറ മൈക്കൊന്നും ഓണല്ല, ബട്ട് സ്റ്റിൽ വി ആർ ലുക്കിംഗ് അറ്റ് ദാറ്റ് ആൻഡ് സിംപ്ലി സിറ്റിംഗ് വിത്തൗട്ട് ഡൂയിങ് എനിത്തിങ്, ഓർ വി വിൽ ബി സ്ക്രോളിങ് ഓൺ ഇൻസ്റ്റാഗ്രാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും ചെയ്യുന്നത്. സോ ഐ ഡോണ്ട് പ്രിഫർ ദാറ്റ് ഓൺലൈൻ ക്ലാസ്സസ്. പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണില്ല ലൈവ്, അതുപോലത്തെ ക്ലാസ് ആണെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ, അതൊക്കെ സെറ്റാണ്. അപ്പോൾ നമുക്ക് കുറേ പ്രൊഡക്റ്റീവ് അവേഴ്സ് കിട്ടും. എനിക്ക് ഒന്നാമത് ഓൺലൈനായിട്ട് പ്രൊഡക്റ്റീവ് അവേഴ്സ് കിട്ടാത്തതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ക്ലാസ്സസ്സാണ്. നമ്മളവിടെ ഓഫ്ലൈൻ ക്ലാസ്സസിൽ ഇരിക്കുന്ന പോലെ നമ്മൾ ഇവിടെ അങ്ങനെ മൈൻഡ് സെറ്റാക്കിയിട്ട് ഇരിക്കണം. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൺലൈനിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് തിങ്ക് ചെയ്യില്ല. ബട്ട് ഓഫ്ലൈനിലാണെങ്കിൽ എന്താ പറയുക, സാർ ഒരു ക്വസ്റ്റ്യൻ തരികയാണെന്ന് വിചാരിച്ചോ, നമ്മളത് കിട്ടാൻ വേണ്ടിയിട്ട് വി വിൽ തിങ്ക് ഔട്ട് ഓഫ് അവർ ലിമിറ്റ്സ്. ബട്ട് ഇൻ ഓൺലൈനിൽ എന്ന് വെച്ചാൽ സാറ് ഉത്തരം പറയട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു വെയിറ്റ് ചെയ്തിരിക്കലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഒന്നില്ലെങ്കിൽ കിറ്റത്തെയാണ് ചെയ്യണമെങ്കിൽ നമ്മൾ ആൻസർ കീ പോയി നോക്കും, എന്നിട്ട് അത് ചെയ്യാതിരിക്കില്ല, ചെയ്യും. ബട്ട് വി വിൽ ലുക്ക് ഇൻ ടു ദി ആൻസർ ദെൻ ഡു ഇറ്റ്. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. ശരിക്കും നമ്മൾ വി ഷുഡ് തിങ്ക് ബിയോണ്ട് അവർ ലിമിറ്റ്സ് എന്നല്ലേ പറയാം. അതവിടെ നടക്കുന്നില്ല ഈ ഓൺലൈൻ ക്ലാസ്സസിൽ. ഇറ്റ്സ് ഓൾ മൈ പെർസ്പെക്റ്റീവ് ആൻഡ് മൈ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് വളരെ വ്യത്യസ്ത രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. സോ പ്ലീസ് ടു ഷെയർ യുവർ എക്സ്പീരിയൻസസ് ആൻഡ് തോട്ട്സ് ഓൺ ദിസ്. പിന്നെ സെയിങ് അഗെയിൻ ആൻഡ് അഗെയിൻ ദർ ആർ സ്റ്റിൽ സ്റ്റുഡൻസ് 21-ാം വയസ്സിൽ ലൈഫ് സെറ്റിൽ ആവും എന്ന് പറഞ്ഞിട്ട് വരുന്ന സ്റ്റുഡൻസ് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും പറയാനുള്ളത് അങ്ങനെയൊന്നും വരരുത്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണ്, ഡോണ്ട് എക്സ്പെക്റ്റ് ആൻഡ് കം. പിന്നെ ഇപ്പോൾ നിങ്ങളൊരു ഡിസിഷൻ എടുത്തു, അതിൽ റിഗ്രറ്റ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ റിഗ്രഷൻ ആണ് ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഉണ്ടാവുക. അയ്യോ ഞാൻ എക്സംഷൻ എടുത്തു, അയ്യോ ഞാൻ റെഗുലർ എടുത്തു, അയ്യോ ഞാൻ ആ ഡിഗ്രി എടുത്തു, ഞാൻ ഈ ഡിഗ്രി എടുത്തു, അത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പറഞ്ഞിട്ട് നമ്മൾ റിഗ്രറ്റ് അടിച്ച് നടക്കും. ഇപ്പോൾ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ബട്ട് ദർ ആർ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ഔട്ട് ദർ ഹു ആർ തിങ്കിങ് ലൈക്ക് ദാറ്റ്. അവർ എന്താ പറയുക, ഓവർ എക്സാഗ്രേഷൻ ഓഫ് ഇമോഷൻസ് ആണ്. ഞാനും അങ്ങനെ ആയിരുന്നു. അതായത് എക്സംഷൻ എടുത്ത സമയത്ത് കണ്ട യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വീഡിയോസിൻ്റെ അടിയിൽ അയ്യോ ആവോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടന്നിരുന്നത്. ഇപ്പം ഞാൻ എങ്ങനെ അതിന് അഡ്വാൻറ്റേജസ് ഉണ്ട് അത് ഞാൻ മനസ്സിലാക്കി. ഡിസഡ്വാൻറ്റേജസ് അവിടെ ഇരുന്നോട്ടെ. എവറി ഡിസഡ്വാൻറ്റേജ് ഹാസ് ഇറ്റ്സ് കറസ്പോണ്ടിങ് അഡ്വാൻറ്റേജസ് അല്ലേ. അതങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലൂടെ എടുത്തിട്ട് ഇപ്പം എന്താണ് ഒരു നോർമൽ സ്റ്റേറ്റിൽ വന്നു. ഞാൻ ഇനീഷ്യലി അതായത് നോളജ് ലെവൽ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അയ്യോ ഇത് ടഫാണ്, എൻ്റെ പൊന്നത് എനിക്ക് പറ്റില്ല, ഇതെന്തത് അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഓവർ എക്സാഗ്രേഷൻ ഓഫ് ഇമോഷൻസ് ആയിരുന്നു. ബട്ട് ഇപ്പം എന്താണ് ആ ഒരു ഫ്ലോയിൽ നമ്മൾ പോകുന്നുണ്ട്. ടഫാണ്, FR ടഫാണ്, PM ടഫാണ്, എല്ലാം ടഫാണ്. ബട്ട് എന്താ പ്രാക്ടീസിലൂടെ നമുക്ക് പറ്റും. ചെയ്യാത്തത് നമ്മുടെ പ്രശ്നം, അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അല്ല, ബാക്കിയുള്ള ആൾക്കാരുടെ അല്ല, അല്ലേ. സോ എങ്ങനെയെങ്കിലൊക്കെ ബാലൻസ് കണ്ടുപിടിക്കുക, എല്ലാം ശരിയാവും.
ഇനി എന്താണ്, ഇഫ് യു ഹാവ് എനി സജഷൻസ് പ്ലീസ് ഡു കമൻറ്റ്. നിങ്ങൾ ഈ ACCA പഠിക്കുന്നവർ ഇത് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. കണ്ടവരാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല, പറയുന്നുണ്ട് ബട്ട് ഇറ്റ് ഈസ് വെരി ലെസ്. പിന്നെ എല്ലാവരോടും ഞാൻ കാണണമെന്ന് നിർബന്ധം പറയില്ല, ബിക്കോസ് ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ഗോൾസ്.